തീരത്ത് ഇന്ത്യയിലെ വിശാലമായ ഭൂപ്രദേശങ്ങളും വിഭവങ്ങളും ഈറേറ്റിട്ടുണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അതാണ് ആഗോളവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അജണ്ടയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോദി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തെ വർഗീയതയുടെ ചെറിയ ചെറിയ അംശങ്ങൾ കത്തിച്ചു വിട്ടുകൊണ്ട് എങ്ങനെയാണ് സമൂഹത്തിന്റെ ഐക്യത്തെ തകർക്കാൻ കഴിയുക എന്ന ഗൂഢാലോചനാപരമായ ദൗത്യവും സംഘടനയുമാർ നേതൃത്വത്തിലൂടെ ഇവിടെ സ്വീകരിച്ചു പോകുന്നു. കഴിഞ്ഞ തവണ രാജ്യമുണ്ടാവുന്നു നമ്മുടെ കഴിഞ്ഞ BJP-യുടെ തലമുതിർന്ന നേതാവ് അദ്വാനി ഇന്ത്യ ഇന്നും അടിയന്തരാവസ്ഥയുടെ നാളുകൾ തന്നെയാണ്. ഏത് നിമിഷവും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന തലത്തിലാണ് ഇന്ത്യ എന്ന് എനിക്ക് പറയേണ്ടി വന്നത്. അദ്വാനിയടക്കം AP ജയപ്രകാശിനെ അറസ്റ്റ് ചെയ്തു, അദ്വാനിയെ അറസ്റ്റ് ചെയ്തു, വാജ്പേയിനെ അറസ്റ്റ് ചെയ്തു. ഇവരൊക്കെ തന്നെ ജയിലുകളിൽ ഇന്ദിരാഗാന്ധിയുടെ കലാപമായ നിയമനിഷേധത്തിനെതിരെ അവരുടെ ജീവിതം കൊണ്ട് കളിച്ചവരാണ്. അതുകൊണ്ട് ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ രൂപപ്പെട്ടാൽ, ഒരു അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ടാൽ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ വിശേഷങ്ങളെന്ന് തീർത്തും അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവർക്ക് അടിയന്തരാവസ്ഥയെ കുറിച്ച് തീർത്തും ഭയം ഉണ്ട്. ആ ഭയമാണ് അദ്വാനിയിലൂടെ പുറത്തു വന്നത്. അടിയന്തരാവസ്ഥയുടെ നിമിഷവും ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആഗോള പുസ്തക താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ഇന്ത്യയിലെ ദേശീയ ജനതയുടെ ജനാധിപത്യ ജീവിതങ്ങളെ വഴിമുടക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധ്യമല്ല. അത്തരം സംഭവങ്ങളിൽ ജനങ്ങൾ ഇരച്ചു കയറും, പ്രതിരോധങ്ങൾ തീർക്കും, ശക്തമായ സമരരൂപങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ആ സമരരൂപങ്ങളെയൊക്കെ തന്നെ തുർക്കുമാൻ ഗേറ്റ് സഞ്ജയ് ഗാന്ധി വെടിവെച്ച് വീഴ്ത്തിയ നൂറുകണക്കിന് വരുന്ന നിരാശരായ ജനങ്ങളുടെ അതേ തലത്തിലേക്ക് വെടിവെച്ച് വീഴ്ത്താൻ തക്കതായ അവസരങ്ങളും ഇവിടെ മുന്നിൽ ഉയർന്നു വരുന്നു. ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് അടിയന്തരാവസ്ഥയെ നീക്കിക്കൊണ്ടുപോകാൻ കഴിയുക എന്ന് നാം എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടാത്ത മറുപടിയാണ്. ആ മറുപടിയാണ് അദ്വാനിയിലൂടെ ലഭ്യമാക്കിയിട്ടുള്ളത്. എന്തായാലും അടിയന്തരാവസ്ഥകൾ ചെറിയ രീതിയിലെങ്കിലും നിയമങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. കോടതികൾ നിശബ്ദമാകുന്നു, പോലീസ് പൗരന്മാരാകുന്നു. ഭരണകൂടത്തിന്റെ ഭരണഘടനാപരമായ ദൗത്യങ്ങൾ നിർവഹിക്കേണ്ട പോലീസ് കൃത്യമായും കളവായ കേസുകൾ ചാർത്തിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ജനാധിപത്യത്തിന്റെയോ നിയമത്തിന്റെയോ പരീക്ഷകൾ പോലും ലഭിക്കാതെ നൂറുകണക്കിന് ആയിരക്കണക്കിന് യുവാക്കൾ കേരളത്തിന്റെ പോലീസ് ലോക്കപ്പുകളിൽ നിന്ന് പിടഞ്ഞു വീഴുന്നുണ്ട്. നമുക്കറിയാം, അതൊരു സാധാരണ സർവസംഭവം. പക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള നിവേദനങ്ങൾ നൽകി കാത്തിരുന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നീതി ലഭ്യമാകുമെന്ന വ്യാമോഹം കൊണ്ടൊന്നും നീതി ലഭ്യമാകാൻ പോകുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടിയ പിന്നിട്ടിട്ട് ഇതുകൊണ്ടാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് കപ്പു സഞ്ചരിക്കാൻ പോലും സ്ഥലമില്ല. ഒരവർഷം വെള്ളം പോലും ശുദ്ധമായി നൽകാൻ കഴിയാത്ത സർക്കാർ എങ്ങനെയാണ് പാലും തേനും എടുക്കാൻ പോകുന്നത്? അവരുടെ മുമ്പിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇന്ദിരാഗാന്ധിക്ക് വൈകാരികമായി തന്റെ അധികാരം നിലനിർത്താൻ അടിയന്തരാവസ്ഥയെ ആശ്രയിക്കേണ്ടി വന്നുവെങ്കിൽ അതേ അധികാരം നിലനിർത്താൻ മോഡിയും വരുന്ന അധികാരികൾക്കും തന്നെയാണ് പോവലി. പക്ഷേ അത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച പോലെയാവില്ല. കാരണം ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച പോലെയാവേണ്ട കാര്യവുമില്ല. അതിന് പല രീതികളുണ്ട്. ഹിറ്റ്ലർ എങ്ങനെയാണ് രാജ്യത്തിന്റെ അധിപനായി മാറിയത്? ജർമ്മൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജർമ്മൻ ജനതയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ടായിരുന്നു ഹിറ്റ്ലർ ജർമ്മനിയുടെ അധിപനായി മാറിയത്. ജർമ്മനിയുടെ അധിപനായി മാറിയ ഹിറ്റ്ലർ ലോകത്തിന് തന്നെ ഭീഷണിയായി മാറി. അതാണ് ഇവിടെ ജർമ്മനി. ഹിറ്റ്ലർ എന്തായിരുന്നു? ഹിറ്റ്ലർ എന്ത് ചെയ്തു? ഹിറ്റ്ലറിന്റെ വഴികൾ പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് ഇവിടെ മോഡിയും ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങൾ വളരെ തന്ത്രപരമായി, ആസൂത്രിതമായി, ഗൂഢാലോചനപരമായി കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ആ കരുക്കൾ നാം ഇനിയും വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കാനും ഏറ്റെടുക്കാനും പ്രതിരോധിക്കാനും തയ്യാറാവുക എന്ന് മാത്രമേ അടിയന്തരാവസ്ഥയുടെ 40 വർഷത്തെ കുറിച്ച് നാം ഓർക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു ദൗത്യം. നിയമങ്ങളും നിവേദനങ്ങളും കടലാസിന്റെ ഇരവുകളിൽ നൽകാതെ സുഖയിലേക്ക് വലിച്ചെറിയുന്ന അധികാരികളാണ് നമുക്ക് മുന്നിൽ. നമ്മുടെ കേരളം കഥാവല്ലോ 10,000 കോടി രൂപയുടെ അഴിമതിയും കോളയും കൊണ്ട് ചീഞ്ഞു നാറുന്ന നിയമസഭാ മന്ദിരം അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഞ്ചായത്ത് വിമർശനം ചെയ്യുന്ന പണിയാണ് മുഖ്യമന്ത്രിയെ കളിച്ചിരിക്കുന്നത്. എന്തുവഴിയാണ് ഈ ഫയലുകളും ഈ തീരുമാനങ്ങളും ഇക്കാലമത്രയും എന്തുകൊണ്ട് നടപ്പിലാക്കപ്പെട്ടില്ല?
ഈ ഫയലുകളിൽ ഉറങ്ങിക്കെടുക്കുന്ന തീരുമാനങ്ങൾ എന്തുകൊണ്ട് ഇത്രയും കാലം ജീവിപ്പിച്ചു പോയി? ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട്. അതിവേഗ പ്രതികൂലം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ദൂർത്ത് നടത്തുകയല്ല വേണ്ടത്. മറിച്ച് ആ ദൂർത്തിനെ ചോദ്യം ചെയ്യാനുള്ള മനോശക്തിയാണ്, രാഷ്ട്രീയ ഇച്ഛയാണ് പ്രബുദ്ധരായ കേരളീയ സമൂഹത്തിന് ഉണ്ടാകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ 40-ാം വർഷം ആചരിക്കുന്ന ഇന്ന് ഇപ്പോഴും നാം അടിയന്തരാവസ്ഥയുടെ നാളുകൾ തന്നെയാണ്. ജാഗ്രതയോടെ കാത്തിരിക്കേണ്ട, പ്രതിരോധിക്കേണ്ട ദൗത്യം സുദിനം തന്നെയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് അഭിവാദനങ്ങൾ. ഈ കൺവെൻഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി CPIM ഇതിന്റെ നേതാവ് സഖാവ് രാജേഷ് അപ്പാട്ടിനെ അവസ്ഥയുടെ 40-ാം വാർഷികാചരണം മനുഷ്യാവകാശത്തിനും ജനാധിപത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് അതിന്റെ പുതിയ വഴികൾ തേടുന്ന ഒരു കൂട്ടായ്മയിലേക്ക്, ഒരു ചർച്ചയിലേക്ക്, ഒരു സംവാദത്തിലേക്ക് നേർവഴിയും മനുഷ്യാവകാശ കൂട്ടായ്മ നടക്കുന്ന ശ്രമങ്ങളെ CPIM-ന് വേണ്ടി ആദ്യമായി അഭിവാദ്യം. ഇന്ന് അടിയന്തരാവസ്ഥയുടെ